ഡോക്ടറെ, എന്നോടൊരു പേഷ്യൻറ്റ് ചോദിച്ചായിരുന്നു ഈ എക്സസൈസ്, യോഗ ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ല നേരം ഏതാണ്? രാവിലെയാണോ വൈകിട്ടാണോ? പലർക്കും വൈകിട്ടായിരിക്കും നല്ല സൗകര്യം. രാവിലെ ഒക്കെ രാവിലെ ഒരു ബിസി ഷെഡ്യൂളല്ലേ, അപ്പോൾ വൈകിട്ട് ചെയ്താൽ മതിയോ എന്നൊക്കെയാണ് ചോദിച്ചത്. അപ്പോൾ മാമിൻ്റെ അഭിപ്രായത്തിൽ ഏതാ നല്ല സമയം? നമസ്കാരം, ഞാൻ ഡോക്ടർ ധന്യ. ജാനകി മാഡം ആയുർവേദിക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഡോക്ടർ ചോദിച്ച പോലെ എക്സസൈസിനെ കുറിച്ച് ഞാൻ പറയാം. ആയുർവേദ പ്രകാരം എക്സസൈസ് ചെയ്യുന്നത് രാവിലെ തന്നെയാണ്. അതെന്തുകൊണ്ടാണ്? ആയുർവേദത്തിൽ ത്രിദോഷങ്ങളാണ് അടിസ്ഥാനമായിട്ട് നമ്മൾ ഒരു ട്രീറ്റ്മെൻ്റ് ആയാലും ഒരു എന്ത് സാധനമായാലും ഡയറ്റായാലും എല്ലാം ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ ഈ ത്രിദോഷങ്ങൾ എന്തൊക്കെയാണ്? വാതം, പിത്തം, കഫം. നമ്മളൊരു ദിവസം 3 ഡിവിഷനായിട്ട് നമ്മൾ ത്രിദോഷങ്ങളെ വെച്ച് നോക്കുമ്പോൾ ആദ്യത്തെ ബ്രഹ്മമുഹൂർത്തം തൊട്ടുള്ള കുറച്ച് സമയമാണ് കഫദോഷം പ്രൊഡോമിനൻറ്റ്. പിന്നെ ഉച്ചയ്ക്ക് എന്ന് പറയുന്നത് പിത്തദോഷ പ്രൊഡോമിനൻ്റ് ആണ്. പിന്നെ വൈകുന്നേരത്തേക്ക് കിടക്കുമ്പോൾ അത് വാതദോഷമായിരിക്കും. അപ്പോൾ രാവിലത്തെ സമയം യൂഷ്വലി കഫമാണ്, കഫദോഷ കാലമായിരിക്കും. ആ സമയത്ത് നമുക്ക് ബോഡിയിൽ ഓൾറെഡി നമുക്ക് നാച്ചുറലി നമ്മുടെ ബോഡിയിൽ സ്ട്രെങ്ത് കൂടുതലായിരിക്കും, സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ഈ സമയത്ത് എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഇനിയും നമ്മുടെ ബോഡിയുടെ സ്ട്രെങ്ത്തും സ്റ്റെബിലിറ്റിയും കൂട്ടാൻ ഇത് സഹായിക്കും. രാവിലെ വൈകുന്നേരം ആകുമ്പോഴോ വാതദോഷമായിരിക്കും പ്രിഡോമിനൻ്റ് ആയിട്ട് നാച്ചുറലി ഉണ്ടാവുക. അത് നമ്മൾ ആ സമയത്ത് എക്സസൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് വാതദോഷമാണ് കുറച്ചും കൂടി നമുക്ക് കൂടുതലാവുക. അപ്പോൾ ആക്ടിവിറ്റീസിലും വർത്തമാനത്തിലൊക്കെ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് വരുന്നത് ആ സമയത്താണ്. അപ്പോൾ പറഞ്ഞു വന്നത്, വാതദോഷം നമുക്ക് രാത്രി സ്വതവേ കൂടുന്നുണ്ട്. വാതദോഷൻ്റെ ഇംബാലൻസ് ഉണ്ടാകുമ്പോഴാണല്ലോ നമുക്ക് മുട്ടുവേദനയും കാലുവേദനയൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ രാത്രി എക്സസൈസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് കൂടാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ ഉറക്കമില്ലായ്മൊക്കെ ഉണ്ടല്ലോ നമുക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ രാത്രി എക്സസൈസ് ഹെവി വർക്കൊക്കെ ചെയ്താൽ ചിലപ്പോൾ ഉറക്കവും ചിലപ്പോൾ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ പറയുമ്പോൾ ആയുർവേദ പ്രകാരം രാവിലെയാണ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത്.